നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് പറഞ്ഞു. അത് ഈ അയോൺസ് ആയിട്ടുള്ള അയോണിക് ബേസിസ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓരോ ഫേസിലും എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് അയോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് അയോണിക് ബേസിസ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അതിലെ ആദ്യത്തെ ഫേസ് ഇനീഷ്യൽ ഡീപോളറൈസേഷൻ. ഇനീഷ്യൽ ഡീപോളറൈസേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ് അത്? എന്തുവാ? ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ പെർമിബിലിറ്റി മാറിയിട്ട് സോഡിയം അകത്തോട്ട് സോഡിയം ഇൻഫ്ലക്സ് വരുന്നു എന്നാണ് പറഞ്ഞത്. സോ ആ ഇനീഷ്യൽ ഡീപോളറൈസേഷൻ അതൊരു റാപ്പിഡ് ഫേസ് ആണ്. ഇസ് ബിക്കോസ് ഓഫ് ദി റാപ്പിഡ് ഓപ്പണിംഗ് ഓഫ് ഫാസ്റ്റ് സോഡിയം ചാനൽസ്. ദർ ആർ 2 types of channels. സ്ലോ സോഡിയം ചാനൽസ് ഉണ്ട്, ഫാസ്റ്റ് സോഡിയം ചാനൽസും ഉണ്ട്. സോ ആദ്യമേ തുറക്കുന്നത് ഫാസ്റ്റ് ആയിട്ടുള്ള സോഡിയം ചാനൽസ് ആണ്. സോ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഫ്ലക്സ് ആണ് ഓഫ് സോഡിയം അയോൺസ് നടക്കുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഒരു ഷാർപ്പായിട്ടുള്ളൊരു പീക്ക് ഗ്രാഫിൽ കാണിക്കുന്നത്. സിമിലർലി ആസ് ദാറ്റ് ഓഫ് യുവർ സ്കെലറ്റൽ മസിൽ ഫൈബേഴ്സ് ഈ ഇനീഷ്യൽ ഡീപോളറൈസേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ കാർഡിയക് മസിലിൽ നടക്കുന്നത്. ഇനി ഇനീഷ്യൽ റീപോളറൈസേഷൻ ഫേസിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഈ ഫാസ്റ്റ് ചാനൽസ് ക്ലോസ് ചെയ്തിട്ട് സ്ലോ ചാനൽസ് ഓപ്പൺ ആവുകയാണ്, സോഡിയം ചാനൽസ്. അതുകൂടാതെ ഈ എന്തുവാ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള സോഡിയം ചാനൽസ് ഓപ്പൺ അപ്പ് ആകുന്നുണ്ട്. പൊട്ടാസ്യം ചാനൽസ് എന്തുവാ ചെറിയ തോതിലായിട്ട് പൊട്ടാഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്തിട്ട് ഇഫ്ലക്സ് അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന ഇഫ്ലക്സ് നടക്കുന്നുണ്ട് ഫോർ സ്മോൾ ക്വാണ്ടിറ്റി. അതായത് സ്മോൾ ചാനൽസ് ആണ്. ഓക്കെ, അന്നേരം പൊട്ടാസ്യം അയോൺസ് വെളിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ ഫാസ്റ്റ് ചാനൽസ് ഓഫ് സോഡിയം ചാനൽസ് ക്ലോസ് ചെയ്തിട്ട് സ്ലോ സോഡിയം ചാനൽസ് ഓപ്പൺ ചെയ്തിട്ട് ഇറ്റ് ഈസ് റിസൾട്ടിങ് ഇൻ sodium influx of small quantity. So both are small quantity in the initial repolarization phase where small quantities of sodium ions are going outside and small quantities of sodium is going inside and potassium, slow quantities of potassium is going outside. This is the second initial repolarization phase. ഇനി തേർഡ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാറ്റ്യൂ ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. ദറ്റ് ഇസ് ദി കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സസ്റ്റെയിനിങ് ഓഫ് യുവർ അയോൺസ് ഒരേ കോൺസെൻട്രേഷനിൽ നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ചാനൽസ് ആർ ബീങ് ഓപ്പൺ. സ്ലോ ഓപ്പണിംഗ് ഓഫ് കാൽഷ്യം ചാനൽസ് ഈ ഫേസിലാണ് നടക്കുന്നത്. ഈ കാൽഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? വെളിയിൽ നിന്നുള്ള കാൽഷ്യം അയോൺസ് അകത്തോട്ട് എന്തുവാ കയറിക്കൊണ്ടേയിരിക്കുക, മസിൽ ഫൈബേഴ്സിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് സസ്റ്റെയിനിങ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. സോ ലോങ് ഇൻഫ്ലക്സ് ഓഫ് ലാർജ് അമൗണ്ട്സ് ഓഫ് കാൽഷ്യം അയോൺസ് ആർ ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. അന്നേരം കുറേ നേരത്തേക്ക് ലാർജ് എമൗണ്ട് ഓഫ് കാൽഷ്യം അയോൺസ് അവിടെ നിൽക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കാൽഷ്യത്തിൻ്റെ കൂട്ടത്തിൽ സോഡിയം ഇൻഫ്ലക്സും പതിയെ അതിനകത്ത് കയറിക്കൊണ്ടിരിക്കുമ്പം ഈ എന്തുവാ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ വരുമ്പം ഒരു പോസിറ്റീവ് എന്തുവാ ചാർജാണ് കൂടുതലും അകത്ത് നിൽക്കുന്നത്. ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലക്സ് ഓഫ് ബോത്ത് ദ കാൽഷ്യം ആൻഡ് സോഡിയം അയോൺസ് ഇൻ ടു ദി മസിൽ ഫൈബർ, positivity is maintained inside the muscle fiber, producing a prolonged depolarization or a plateau phase. ഈ കാൽഷ്യം അയോൺസ് എൻ്റർ ചെയ്യുന്നതാണ് കോൺട്രാക്ഷൻ്റെ പ്രോസസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നത്. സോ ഇങ്ങനെയാണ് അടുത്ത ഫേസിലോട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ കഴിഞ്ഞ് കോൺട്രാക്ഷൻ നടക്കാനായിട്ടുള്ള അടുത്ത ഫേസിനാണ് ഈ കാൽഷ്യം ഇൻഫ്ലക്സ് നടക്കുന്നത്. പക്ഷേ കാൽഷ്യം ഇൻഫ്ലക്സിൻ്റെ കൂട്ടത്തിൽ സോഡിയം ഇൻഫ്ലക്സും കൂടെ വരുമ്പോൾ ആണ് പ്രൊലോങ്ഡ് ആയിട്ടൊരു ഡീപോളറൈസേഷൻ ഫേസ്, ഫൈനൽ ഡീപോളറൈസേഷൻ ഫേസ് ആയിട്ട് കാണിക്കുന്നത് ആസ് എ പ്ലാറ്റ്യൂ. നൗ ദി ഫോർത്ത് റീപോളറൈസേഷൻ എന്ന് പറയുന്നത് ഇസ് ദി ഇഫ്ലക്സ് ഓഫ് പൊട്ടാസ്യം അയോൺസ്. ദറ്റ് ഇസ് വെളിയിലോട്ട് പൊട്ടാസ്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Number of potassium ions moving out of the muscle fibers exceeds the number of calcium ions moving in, making negativity inside, resulting in final repolarization. Potassium efflux continues until the end of repolarization. So this is
what is action potential നാല് ഫേസസിൽ അയോണിക് ബേസിസ് അയോൺസ് എങ്ങനെയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. Now, restoration of resting membrane potential. ഈ final repolarization ശേഷം at the end of final repolarization all the sodiums which sodium potassium pump activate ആയിട്ട് all the sodium ions that entered the cell through the process of action potential moves out of the cell and the potassium moves from outside back into the cells by the activation of your sodium potassium pump, and the excess of calcium ions which has entered the muscle fibers also moves out by sodium calcium pump, thus restoring the resting membrane potential. So this is what happens during the full process of action potential and maintaining back into the resting membrane potential. So this is how excitation occurs.